والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الله أعلم حيث يجعل رسالته صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനതയുള്ള നമ്മുടെ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ ടി.കെ. അബൂബക്കർ മുസ്ലിയാർ, സമസ്ത കേന്ദ്ര മശാവറ അംഗം സയ്യിദ് അലിക്കുട്ടി ഫൈവി, ഈ സംവിധാനത്തിന്റെ എല്ലാമായ ബാബു സാഹിബ്, ബാബുട്ടി ഹാജി, സുൽഫിഖർ അലി അടക്കമുള്ള ഈ സംവിധാനത്തിന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഡോക്ടർ ബഹുമാനപ്പെട്ട ബാബു ഹാജി അടക്കമുള്ള ഉന്നത വ്യക്തിത്വങ്ങള്, പണ്ഡിതന്മാര്, ഈ സ്ഥാപനത്തിൽ നിന്നും സനത് വാങ്ങി പുറത്തു പോകുന്ന യുവ പണ്ഡിതർ, ഇവിടെ സമ്മേളിച്ച ബഹുമാനമുള്ള മോമിനിയങ്ങള്, മോമിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു പുണ്യമായ മുഹൂർത്തത്തിലാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. ഏകദേശം 19ഓളം ആളുകൾക്ക് സനത് സനത് നൽകപ്പെടുന്ന ഈ രംഗം കാണുമ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച മഹാന്മാരായ ഉസ്താദന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഇതുമായി സഹകരിച്ച് സഹായിച്ച എല്ലാവരും അവരെ ഹൃദയം കുളിർമയാകുകയും അതോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യും. ഇവിടെ കൂടി നമ്മളൊക്കെ സന്തോഷിക്കും. അതാണ് സന്തോഷകരമായ ഒരു മജ്‌ലിസാണിത്, ഒരു മുഹൂർത്താണ്, ഒരു സംഗമമാണ്. മറ്റൊന്ന്, ഇത് വളരെ മുബാറക്കായ ഒരു സംഗമം കൂടിയാണ്. കാരണം ഒരുപാട് പണ്ഡിതന്മാരും ഉന്നതരാവുന്ന പല വ്യക്തിത്വങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സ്. അതോടൊപ്പം നമ്മളെ കണ്ണുകൊണ്ടൊന്നും കാണാത്ത അള്ളാഹുവിന്റെ വിശുദ്ധാത്മാക്കളാവുന്ന മലായിക്കത്ത്, അംബിയാ, സ്വാലിഹീങ്ങൾ, അവർക്കുള്ള ആത്മാക്കൾ മുഴുവനും ഇവിടെ ഈ സംഗമത്തിൽ സംബന്ധിക്കുകയും അവര് ഇത് കണ്ട് ആനന്ദിക്കുകയും നമ്മോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുകയും നമുക്കൊക്കെ വേണ്ടി, പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള ഖരീജികളാവുന്ന ഈ പണ്ഡിതന്മാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് വളരെ പുണ്യമായ ഒരു സദസ്സ് കൂടിയാണ് ഈ സദസ്സ് എന്ന് എല്ലാവരോടും ആദ്യമായി പ്രത്യേകം ഉണർത്തുക. ബഹുമാനമുള്ളവരെ, ഇത് വളരെ ഇപ്പോ ഈ കാലഘട്ടം നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ലാ യഅതി അലൈക്കും യൗമുൻ ഇല്ലാ അഖല്ലു ഇൽമൻ മിമ്മാ ഖബലഹു. ഓരോ ദിവസം പരിശോധിച്ച് നോക്കിയാലും ആ ദിവസം അതിന് മുമ്പുള്ള ദിവസത്തിനേക്കാൾ ശറഈയാവുന്ന ഇൽമു കൊണ്ട് അറിയുന്ന ആളുകൾ കുറഞ്ഞ കാലഘട്ടമായിരിക്കും. അപ്പൊ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, മുമ്പുള്ളതിനേക്കാൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് പണ്ഡിതന്മാരല്ലേ നമ്മൾ കേരളത്തിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും വാർത്തു വിടുന്നത്. അപ്പോ പിന്നെ എങ്ങനെ ഇൽമു കുറഞ്ഞ ഒരു കാലഘട്ടമാവുക? അത് ഞാൻ പിന്നെ പറയും, ഇത് എങ്ങനെയാണ് ഇൽമു കുറഞ്ഞ കാലഘട്ടം ഇതിനെ പറ്റി പറയണത്. അപ്പോ ഓരോ കാലഘട്ടം ഈ ദിവസത്തിന്റെ സ്ഥിതി അങ്ങനെയാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരെന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരുപാട് ആളുകൾക്ക് ഓരോ വർഷവും നമ്മൾ സനത് നൽകപ്പെടുക. ഓരോ സ്ഥാപനത്തിൽ നിന്നും 300, 400, 500, ആയിരക്കണക്കിന് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുള്ള സുന്നി സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പണ്ഡിതന്മാർക്ക് സനത് കൊടുത്തുകൊണ്ട്
അവരെ ദീനിയ ഖിദ്മത്തിന് വേണ്ടി ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇൽമു കുറയാന്ന് ചോദിച്ചാൽ, യഥാർത്ഥ പണ്ഡിതനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവം പണ്ഡിതന്മാരിൽ ഇല്ലാതെയാവുമ്പോൾ പിന്നീട് കാണപ്പെടുന്നതൊക്കെ അതിന്റെ കോലങ്ങൾ മാത്രമായി, രൂപങ്ങൾ മാത്രം. കാരണം ഏതൊരു നന്മകൾ നമ്മൾ ചെയ്യുമ്പോഴും ആ നന്മകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. ഏത് നന്മകളും ഈമാനിൽ നിന്നുണ്ടായി തീരണം എന്നാണ്. ഈമാനിൽ നിന്നുണ്ടായി തീരാന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം, ഒരു മനുഷ്യൻ മോമിനായി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വന്നാൽ ആ ഈമാനിനെ അവിടെ വളർന്ന് വികസിക്കാൻ പറ്റിയതായ അവസ്ഥ അവനുണ്ടാക്കണം ആദ്യം. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുണ്ടാവുന്ന സർവമോശമായ സ്വഭാവങ്ങളെയും ദൂരീകരിച്ച് മഹ്മൂദത്താവുന്ന സ്വഭാവങ്ങളെ കൊണ്ട് ഹൃദയത്തെ നിറച്ച് ആദ്യം ഈമാൻ വളരാൻ പറ്റിയ സാഹചര്യം ഹൃദയത്തിലുണ്ടാവും. എന്നാലും ഈമാൻ വളരുള്ളൂ. ഈമാൻ വളരില്ല എന്നുള്ളത് വേറൊരു അഭിപ്രായം. ഈമാൻ യസീദു വയൻഖുസ് മുഹദ്ദിഖീങ്ങൾക്കുള്ള അഭിപ്രായ പ്രകാരം ഇമാം വളർന്നുകൊണ്ടേയിരിക്കും. മഹാനാവുന്ന ഇമാം റാസി തങ്ങള് ഒരിക്കല് നൈസാബൂറിൽ ചെന്നപ്പോ നൈസാബൂറിലുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇമാം റാസി തങ്ങളെ കാണാൻ ചെന്നു. ആരാണ് ഇമാം റാസി തങ്ങൾ? മഫാത്തിഹുൽ ഗൈബ് എന്ന പേരിൽ തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ഒരു വലിയ തഫ്സീറിന്റെ ഗ്രന്ഥം രചിച്ച, തഫ്സീറിന്റെ ഗ്രന്ഥം മാത്രമല്ല എല്ലാ പന്നിലും കിതാബുകൾ രചിച്ച മഹാനാണ് ഇമാം റാസി. അപ്പൊ ഇമാം റാസി തങ്ങളെ കാണാന് നൈസാബൂരിലുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്ന്, ഒരു സ്ത്രീ മാത്രം വന്നില്ല, അവിടെ ഉള്ളൊരു വൃദ്ധയായ ഒരു സ്ത്രീ. അപ്പൊ ആളുകൾ ചോദിച്ചു, നീ എന്തിയെ മഹാനാവുന്ന ഇമാം റാസി തങ്ങളെ കാണാൻ വരാഞ്ഞ്? ആരാണ് ഇമാം റാസി തങ്ങൾ എന്ന് നിനക്കറിയോ? 1000 ചില്ലാനം ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് സ്ഥിരപ്പെടുത്തിയ വലിയ മഹാനാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ സ്ഥിരപ്പെടുത്തിയ ആളാണ്. അള്ളാഹുവിന്റെ അസ്മാകളെ സ്ഥിരപ്പെടുത്തിയ ആളാണ് മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ. 1000 ചില്ലാനം ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനത്തെ വലിയ മഹാപണ്ഡിതൻ ഇവിടെ നൈസാബൂരിൽ വന്നപ്പോ നീ എന്തി കാണാൻ വരാജിന്ന് നൈസാബൂക്കാരാവുന്ന ആളുകളൊക്കെ ഈ സ്ത്രീയോട് ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞൊരു മറുപടി, ഞാൻ പിന്നെ എനിക്ക് അള്ളാഹ് വാഹിദാണ്, അള്ളാഹ് ഏകനാണെന്ന് വിശ്വസിക്കാൻ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ പറ്റി വിശ്വസിക്കാനൊന്നും ഈ 1000 ലക്ഷ്യങ്ങളിലേക്കൊന്നും ആവശ്യമില്ല. അള്ളാഹ് വാഹിദാണെന്ന് അള്ളാഹ് പറയുന്നത്, അള്ളാഹ് റസൂല് പറയുന്നത്, അത് ഞാൻ വിശ്വസിച്ചു. അള്ളാഹുവിന്റെ സിഫാത്തുകളെ പറ്റി റസൂല് പഠിപ്പിച്ചു തരുന്നു, അള്ളാഹുവിന്റെ അസ്മാക്കളെ പറ്റി റസൂല് പഠിപ്പിച്ചു തരുന്നു, ഞാനത് വിശ്വസിച്ചു. ഇത് മഹാനാവുന്ന ഇമാം റാസി തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ ഇമാം റാസി തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈമാൻ വളരൂല്ലേന്ന് ചോദിച്ചപ്പോൾ വളർന്നു പറഞ്ഞില്ലേ, ഇതിന് മറുപടി പറയാം. ഇമാം റാസി തങ്ങൾ ആ സ്ത്രീനെ പറ്റി വന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞു, അല്ലാഹുമ്മ ഈമാനക ഈമാനിൽ അജൂസ്, പഠിച്ച തമ്പുരാനെ ഈ വെറുതെയാവുന്ന സ്ത്രീകളുടെ ഈമാൻ പോലത്തെ ഈമാൻ നമ്മൾക്ക് കൊണ്ടാന്ന്. നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മ ഈമാനക ഈമാനി അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ പോലത്തെ ഒരു ഈമാനിനെ കൊണ്ടാണ്. കാരണം എന്തുകൊണ്ട്? റസൂല ബഹിരാകാശ സഞ്ചാരം നടത്തി വന്നു, നിമിഷങ്ങളെ കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് റസൂൽ എത്തി മക്കത്ത് നിന്ന്. ഇതൊക്കെ കഴിഞ്ഞ് വന്ന് പറഞ്ഞപ്പോൾ ആ ബൈത്തുൽ മഖ്ദിസിന്റെ സ്വഭാവങ്ങളോ അവിടുത്തെ പള്ളിന്റെ സ്വഭാവങ്ങളോ ഒന്നും ചോദിക്കാതെ, നബിന്റെ ബഹിരാകാശ സഞ്ചാരം എങ്ങനെയെന്ന്, ഏത് പേടകത്തിലാണെന്നോ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നതിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വിശ്വസിച്ചല്ലോ, ഒന്നുമില്ലാതെ. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ പോലത്തെ ഈമാൻ കൊണ്ടാന്ന് പറയുന്നത്. എന്നതുപോലെ ഈ സ്ത്രീ ഈമാൻ പോലത്തെ ഒരു ഈമാൻ ഞങ്ങൾക്ക് കൊണ്ടാണ്. അപ്പൊ ഈമാൻ ചില ആളുകളെ ഈമാൻ അത് വർദ്ധിക്കും, അതായത് ഈമാൻ വർദ്ധിക്കാൻ പറ്റിയതായ നിലക്ക് ഈമാൻ വളരാൻ പറ്റിയ സൗകര്യം ഹൃദയത്തിലുണ്ടാവും. നമ്മളൊക്കെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളെ കൊണ്ടും നിറക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു മോമിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ കുറെ നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ നന്മകളൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്.
ഒന്നുകിൽ ആരെങ്കിലും തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാരണം, അല്ലെങ്കിൽ ഭൗതികമാവുന്ന നിലക്കുള്ള എന്തെങ്കിലും പേരോ സ്ഥാനമോ കിട്ടാൻ വേണ്ടിയായിരിക്കും. ഇങ്ങനെ പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യണത്. അതാണ്. അപ്പൊ ഈമാൻ ഹൃദയത്തിൽ വളർന്ന് ഈമാൻ വികസിച്ചു കഴിഞ്ഞാൽ ഈ ഈമാനിൽ നിന്നാണ് സർവ്വ നന്മകൾ ഉണ്ടാവേണ്ടത്. ഈമാനിൽ നിന്ന് നന്മകൾ ഉണ്ടാവുമ്പോൾ ആ നന്മകൾ അത് ക്വാളിറ്റി ഉള്ള നന്മകളായി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അള്ളാഹു നന്മകളുടെ രജിസ്റ്ററിൽ അതിന് രേഖപ്പെടുത്തപ്പെടുന്നതായ കാര്യമായിരിക്കും ഈമാനിൽ നിന്നുണ്ടാവുമ്പോൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ എന്ന് പറയും. അൻസാറുകളോടുള്ള മഹബത്ത് ഈമാനിൽ നിന്നുണ്ടായി തീരണം എന്നാണ്. അൻസാറുകളോട് മഹബത്ത് പലർക്കും ഉണ്ടാവും, പല സ്വഭാവത്തിലായിരിക്കും. അത് പോരാ. അൻസാറുകളോടുള്ള മഹബത്ത് അത് ഈമാനിൽ നിന്ന് ഉത്ഭവിക്കണം എന്നതുപോലെ ഏത് നന്മകളും ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം. അപ്പൊ ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ ആ ഈമാൻ വളരാൻ പറ്റിയ ഒരു സൗകര്യങ്ങൾ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കണം. മഹാന്മാരാവുന്ന സൂഫിയാക്കൾ പറയുന്നത് പോലെ തസരിയത്ത്, തഹരിയത്ത്, മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തരുടെ ഹൃദയത്തിലും. ഇപ്പോ ഒബി ഷെറ്റി ഹാസിദിന്റെ അസദ്, അസദ് ഉണ്ടായാൽ എന്നല്ല, ഒബി ഷെറ്റി ഹാസിദിൻ ഇതാ അവന്റെ ഇതാ അള്ളാർ അസദ് മൂന്ന് അയിമത്ത് എനിക്ക് അർത്ഥം പറയാൻ കാരണം എന്താ? അസദ് ഓരോരുത്തരും ഉണ്ടാവും. പക്ഷെ ആ അസദിനെ പ്രകടമാക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ആ അസദിനെ പ്രകടമാക്കാൻ പാടില്ല. അത് തബഈയായ സ്വഭാവമാണ് അസദ് എന്നുള്ളത്. ഇപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ വൃത്തികെട്ട പല സ്വഭാവങ്ങളുണ്ടാവും. അതല്ലേ വദറുൽ ഫവാഹിശ മാ ദഹറ മിൻഹാ വമാ ബതന്ന, എല്ലാ വൃത്തികേടുകളും ഒഴിഞ്ഞിക്കണം കഴിയണത്ര. എന്നാൽ ഹൃദയത്തിൽ ഉണ്ടാവുന്ന വൃത്തികേടുകളെ തൊട്ട് ഹൃദയത്തിലെ ശുദ്ധമാക്കണം. എന്നാൽ ഈമാൻ അവിടെ വളരുള്ളൂ. ഈമാൻ വളർന്നു കഴിഞ്ഞ് ആ ഈമാനിൽ നിന്നാണ് ഉത്പാദിപ്പിക്കപ്പെടേണ്ടത്. നന്മകളെ ഉത്പാദിപ്പിക്കപ്പെടേണ്ടത് ഈമാനിൽ നിന്നാണ്. ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ നന്മകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. അങ്ങനല്ലേ? ഒരു നിയ്യത്ത് എത്രമാത്രം ശക്തമത്താണോ അത്രമാത്രം ശക്തമത്തായിരിക്കും ആ നിയ്യത്ത് മുഖേന ഉണ്ടായിത്തീരുന്ന പ്രവർത്തനങ്ങൾ. അപ്പൊ ശക്തമത്തായ നിയ്യത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബായിസ്, അതിനെ പ്രേരിപ്പിച്ച സംഗതി എന്താവണം? ഈമാനാവണം. അപ്പൊ ഈമാനിൽ നിന്ന് നന്മകൾ ഉണ്ടാക്കി തീർക്കുമ്പോൾ അതിന് വേണ്ട ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ആ നിലക്കാവണം നമ്മളെ ദീനിയായ ഏത് ഖിദ്മത്തുകളും. നമ്മൾ ഇതുപോലെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്, സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മളെ ഈമാനിൽ നിന്നാവണം ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ ഉണ്ടായിത്തീരുമ്പോൾ അതിനുണ്ടാവേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ നമ്മളെ പ്രവൃത്തികളൊക്കെ ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞതുപോലെ മാതാവും ലൈലത്ത മിനൽ ഫിതൻ എന്ന് പറഞ്ഞല്ലോ. ഇന്നലെ രാത്രിയിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ അവര് പിന്നെ ബന്ധപ്പെടുമ്പോൾ എത്ര ഫിത്നന്റെ മക്കളെയാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടതെന്ന്. ഓരോ രാത്രിയും ഉത്പാദിപ്പിക്കപ്പെടുന്ന സന്താനങ്ങൾ അത് ഇവിടെ ഫിത്ന ഉണ്ടാക്കുന്ന സന്താനങ്ങളായിരിക്കും. അങ്ങനത്തെ കുറെ സന്താനങ്ങളെ ഓരോ കാലഘട്ടത്തിലും ഉത്പാദിപ്പിക്കപ്പെടും. ഈ കാലഘട്ടം അങ്ങനെ തന്നെ. ഈ കാലഘട്ടത്തിൽ അത് കുറച്ച് അധികമായി പോയി. അപ്പോ മാതാവും ലൈലത്ത മിനൽ ഫിതൻ എന്ന് പറയുമ്പോൾ ഓരോ രാത്രിയിലും ഒരുപാട് ഫിതനന്റെ സന്താനങ്ങൾ ഇവിടെ എന്താകുന്നുണ്ട്? ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഫിതനകൾ ഇവിടെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒരു ചില കാലഘട്ടത്തിൽ അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്. അപ്പൊ പണ്ഡിതന്മാർ ഇവിടുന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്ന നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, ഞാൻ നീട്ടി പറയല്ല, നിങ്ങൾ അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളാണെന്നാണ് നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത്. നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞ അങ്ങനെയല്ലേ? അലുലമാവും വറസത്തുൽ അമ്പിയാവും. നമ്മൾ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാണ്. അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളാവുമ്പോൾ ആ ഇർസിന്റെ മേലിൽ അറിയിക്കുന്നതായ ഒരു രേഖയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടത്. നമ്മുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, അവർക്ക് അവരെ ഉസ്താദന്മാർ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടുന്നതായ ഒരു രേഖയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഈ രേഖ എന്ന് പറഞ്ഞത് അത് ഒരു സാധാരണ ഒരു കടലാസല്ല. ഇത് വളരെയധികം ബഹുമാന ആദരവോട് കൂടി നിങ്ങൾ മരിക്കുന്നത് വരെയും നിങ്ങളെ മരണശേഷം അത് സൂക്ഷിക്കപ്പെടാൻ വേണ്ടി മക്കളോടൊക്കെ പറയണം. ആ നിലക്കുള്ള ഒരു വിശുദ്ധമായ രേഖയാണ് നിങ്ങളെ കയ്യിൽ നൽകപ്പെട്ടത്. അല്ലാതെ ഇത് നിങ്ങൾക്ക് ജോലിക്കുള്ള ഒരു കടലാസാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പൊ ജോലി ഇടണമെങ്കിലും ഇത് വേണമല്ലോ.
അപ്പൊ എവിടെയെങ്കിലും മദ്രസ കൊണ്ട് കാണിച്ചു കൊടുക്കാനോ? അതല്ലത്. അത് കാണിച്ചോ, അത് വേറൊരു സംഗതി. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചെന്നെത്തുന്ന നിങ്ങളുടെ മഹാനാവുന്ന ഉസ്താദ് ടി കെ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാരിൽ എന്നിട്ട് അവരുസ്താദന്മാർ മുഖേന മഹാനാവുന്ന ഇമാം ഷാഫിയിലേക്ക് ചെന്നെത്തുക. അങ്ങനെ ഇമാം ഷാഫി മുതലുള്ള ആ ശൃംഖല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വിശുദ്ധമായ രേഖയാണ് നിങ്ങളെ കൈവശമുള്ളത്. ഇവിടുന്ന് രേഖ വാങ്ങി നമുക്ക് പണിക്ക് വേണ്ടി എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കുന്ന ഒരു കള്ളാസ് തന്നെ. അത് നിങ്ങൾ പണിക്ക് കാണിച്ചു കൊടുക്കാതൊക്കെ ചെയ്തു, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇതൊരു വിശുദ്ധമായ രേഖയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ രേഖ, ഇതിന്റെ വിശുദ്ധി, ഇതിനെ കൊണ്ടുണ്ടാവുന്ന ഫലം നമുക്ക് നാളെ ആഖിറത്തിൽ വരെ ഉണ്ടാവും. ഇത് കാണിച്ച് നമുക്ക് സുഖത്ത് കിടക്കാൻ കഴിയുന്നുണ്ടോ? അതാ പറഞ്ഞത്. അന്നേൽക്കുള്ള ഒരു വിശുദ്ധമായ രേഖയാണ്. അതിനെന്ത് വേണമെന്ന് അറിയോ? ഈ രേഖ അനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. മൈദിഷേക്ക് പറഞ്ഞില്ലേ, നിങ്ങളെ എല്ലാം സാധിപ്പിക്കപ്പെടും. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ കാണിച്ചു തരുന്ന ശരിയാത്തിന്റെ ശരിയായ റൂട്ട്, ആ റൂട്ടിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കണം എന്നാ. അപ്പൊ മുരീദി തമസ്സക്ക് ബിയ കുൻവിയ വാസിക വഹമീക ഫി ദുനിയ വയൗമൽ ഖിയാമ. അപ്പം ദുന്യാവിലും ആഖിറത്തിലൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ കെൽപ്പുള്ളതായ മഹാന്മാരാണ് ഈ ശൃംഖലയിലുള്ളത്. നമ്മളെ ഉസ്താദന്മാരെ ശൃംഖലയിലുള്ളത് ഇന്നൽക്കുള്ളതായ മഹത്തുക്കളാണ്. അപ്പൊ അങ്ങനത്തെ മഹത്തുക്കളുള്ള ഈ ശൃംഖലയിൽ രേഖപ്പെടുത്തുന്ന, സാക്ഷ്യപ്പെടുത്തുന്നതായ ഒരു പത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോഴേ അവരിൽ നിന്നുള്ള ഗുണങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ അമ്പിയാക്കന്മാരെ വാരിസീകളാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു വാപ്പയിൽ നിന്ന് അനന്തരം ലഭിക്കപ്പെടണമെങ്കിൽ അവൻ ആ വാപ്പന്റെ മകനാവണം. അല്ലെങ്കിൽ മകനിക്കിന്റെ വാപ്പക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വാപ്പൻ അവന്റെ വാപ്പയാവണം ഇവൻ. എന്നാലും ഇപ്പം മരിച്ചാൽ ഇവന്റെ അനന്തരം കിട്ടുള്ളൂ. അപ്പൊ അനന്തരത്തിന് പല 8-3 കാരണങ്ങളുണ്ടല്ലോ. എന്നതുപോലെ അമ്പിയാക്കന്മാരുടെ ഇർസ് എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്. അത് മഹാന്മാരാവുന്ന സർവ്വ അമ്പിയാക്കന്മാരും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂൽ വരെയുള്ള അമ്പിയാക്കന്മാരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തത് വിശുദ്ധമായ ഇസ്ലാം തന്നെയാണ്, വേറെ ഒന്നിനില്ല. എല്ലാവരും പ്രബോധനം ചെയ്തത് വിശുദ്ധമായ ഇസ്ലാമിന് അടിസ്ഥാനപരമായി. പക്ഷെ ശരീഅത്തുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ എല്ലാ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച ശരീഅത്ത് അത് ആ കാലഘട്ടത്തിൽ മാത്രം അനുയോജ്യമായ ശരീഅത്തുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമുള്ളതെന്ന് വന്ന്, അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിന് മാത്രം പ്രായോഗികമായ ശരീഅത്തിനെ അവതരിപ്പിച്ചത്. അത് ഒരു നബിക്ക് 2 നബിമാർക്ക് ഒരേ ശരീഅത്താവാം, അല്ലെങ്കിൽ നബിന്റെ ശരീഅത്തിന് ചില വ്യത്യാസങ്ങൾ മറ്റേ നബിന്റെ ശരീഅത്തിൽ ഉണ്ടാവാം, ചിലപ്പോൾ പൂർണ്ണമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഞാൻ അതിലൊക്കെ വലിയ വിഷയങ്ങൾ, അതിലേക്ക് ഈ അവസരത്തിൽ കടക്കേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്തോ അത് കാലികമായ തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദിലാണ്, പൂർണ്ണമായ ഒരു ശരീഅത്ത്. ഒരു കാലത്തും അതിനെ പരിവർത്തനപ്പെടുത്തല് അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുള്ളതായ തിരുത്തലുകൾക്കോ വിധേയമാക്കേണ്ട ആവശ്യമില്ല. അതാണ് തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദിലൻ, അത് സത്യമാവുന്നതായ അല്ലാഹുവിന്റെ വചനങ്ങളാണ്. വഅദിലൻ, അതിൽ നീതിയല്ലാത്ത ഒന്നുമില്ല. വിമർശകരുണ്ടാവും, ശരീഅത്തില് നീതിയില്ല എന്ന് പറയുന്ന പല ആളുകളുണ്ട്. റസൂലുള്ളാഹിനെ വിമർശിച്ചിട്ടോ, ഖാലു വസൗത റസൂലുള്ളാഹി മാ ബുഇസു ലിഖത്രി നഫ്സിൻ വമാ ജാഉ ലി സഫ്കി ദമീൻ അല്ലേ. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു യുദ്ധക്കൊതിയനാണെന്ന്. റസൂലുള്ളാഹി മാ ബുഇസു ലി സഫ്കി ദമീൻ വമാ ജാഉ ലി ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കാനോ ആളെ കൊല്ലാനൊന്നല്ല അമ്പിയാക്കന്മാര് വന്നിട്ടുള്ളത്. അപ്പൊ അമ്പിയാക്കന്മാര് അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് യുദ്ധക്കൊതിയനാണെന്ന് പറഞ്ഞു. അപ്പൊ ശരീഅത്തിനെ പറ്റി വിമർശനം ഉണ്ടാവുക, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വിമർശനം ഉണ്ടാവുക, ശരീഅത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടവരെ പറ്റിയൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത് അള്ളാഹു അവതരിപ്പിച്ച ഈ ശരീഅത്ത്, അതിന് നല്ല ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചു നോക്കിയാൽ അതിൽ ഒരു വിമർശിക്കപ്പെടാൻ പറ്റിയിട്ട് ഒന്നുമില്ല. ഇപ്പൊ സ്ത്രീകൾക്ക് അനന്തരം കുറവാണെന്ന്, അത് ഒരു പെണ്ണിന് 2 വരി ആണിന് കൊടുക്കണം, ചില രൂപത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് സ്ത്രീകളെ മോശാക്കിയതല്ല.
അവർക്ക് കുറവൊന്നുമല്ല, അത് രീതി തന്നെയാണ്. കാരണം എന്തുകൊണ്ടെന്നറിയോ, സ്ത്രീകൾക്ക് ഒരു ചെലവും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. ഓരോ സാമ്പത്തികം നമ്മൾ ഏറ്റെടുക്കണം, ഓരോ സാംസ്കാരികമായ കാര്യങ്ങളിലുള്ളതും നമ്മൾ ഏറ്റെടുക്കണം, ഓരോ വിദ്യാഭ്യാസം നമ്മൾ ഏറ്റെടുക്കണം. എല്ലാം പുരുഷനാണ് ചെയ്യേണ്ടത്. പിന്നെന്താ, ഒരു പോക്കറ്റ് മണി കൊടുത്താൽ പോരെ? അത് നീതി ഇല്ലാതെ എങ്ങനെ പറയാം? നമ്മളാണ് തിരക്കുകൊണ്ടത് ആണുങ്ങള്. ഞങ്ങളെ ഈ പണിയൊക്കെ ഏൽപ്പിച്ച് ഞങ്ങൾക്ക് തിരക്കത്തിലൊന്നും മതിയാവില്ല എന്നുള്ളത്. അപ്പൊ നീതി ഇല്ലാത്ത ഒന്ന് നല്ലോണം ആലോചിച്ച് നോക്കിയാൽ ശരിയാത്തൊരു ഒരു സംഗതിയില്ല, എല്ലാം നീതിപൂർവം തന്നെ. അതെന്തോ ആവട്ടെ. അപ്പൊ അങ്ങനത്തെ ശരീഅത്തിന് റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. ഈ ശരീഅത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഇവിടെ ജീവിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ഇർസ്, ആ അനന്തരം നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. ആ ബന്ധം നബിന്റെ മകനാണെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവരെ അനന്തര സ്വത്താവുന്ന ഇൽമ് അവർക്ക് വേറെ ഒന്നും ഇവിടെ ഒഴിവാക്കിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. മരിച്ചു പോയപ്പോ, ഒഫാത്തായി പോയപ്പോ അവർക്കൊന്നും വീടോ കൂടിയോ വേറെ സ്വത്തുകളോ ഒന്നുമില്ല. അവരാകെ ഇവിടെ അവർ ഉപേക്ഷിച്ചു പോയതെന്താ? വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിന്റെ ഉലൂമുകളെ, ഈ ശരീഅത്തിനെയാണ്. അത് അമ്പിയാക്കന്മാരിൽ നിന്ന് അനന്തരമായിട്ട് ലഭിക്കപ്പെടേണ്ടവരാണ് നമ്മൾ. പക്ഷെ എല്ലാ നമ്മൾക്കും ഈ അനന്തരം ലഭിക്കപ്പെടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമ്പിയാക്കന്മാരിൽ നിന്ന് അത് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അമ്പിയാക്കന്മാരിൽ ഉണ്ടായ ആ ഗുണം നമ്മൾക്കും വേണം. അമ്പിയാക്കന്മാരിലുള്ള ഗുണം നമുക്ക് നബിമാരാവാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ ഒരു നബിന്റെ മകനായതുകൊണ്ട് ഒരാൾക്ക് നബിയാവാൻ പറ്റുമോ? അതും പറ്റൂല. നബിമാരെ മക്കൾ നബിയായിട്ടുണ്ട്, അത് നബിന്റെ മകനായതുകൊണ്ടല്ല. ഇപ്പൊ ഈ ഇബ്രാഹിം നബിന്റെ മകനാണ് ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബിയൊക്കെ. അവർക്ക് നബിമാരായത് ഇബ്രാഹിം നബിന്റെ മകനായതുകൊണ്ടല്ല. ഇസ്ഹാഖ് നബിന്റെ മകനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബി നബിയായത് ഇസ്ഹാഖ് നബിന്റെ മകൻ ആയതുകൊണ്ടല്ല. യാക്കൂബ് നബിന്റെ മകനാണ് യൂസുഫ് നബി. അത് നബിയായത് യൂസുഫ് നബി യാക്കൂബ് നബിന്റെ മകനായതുകൊണ്ടല്ല. അപ്പൊ നബിന്റെ ഒപ്പം കുറെ കാലം കൂടിയതൊന്നും നബിയാവാൻ പറ്റൂല. നേരെ മറിച്ച് വലിയുടെ ഒപ്പം കുറെ കാലം കൂടിയാൽ വലിയാവാൻ പറ്റും. അങ്ങനെയാണ്. നേരെ മറിച്ച് നബിന്റെ ഒപ്പം കാലാകാലം കൂടിയെന്നുണ്ട്, അത് നബിയാൻ കഴിയൂല. കാരണം അന്നുഭവത്തു ഹിബത്തു റബ്ബാനിയത്തു യഹബു അലിബ യശൗബിൻ ഇബാദിഹിന. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയാണ് നുബുവത്ത് എന്നുള്ളത്. അപ്പൊ ആ നുബുവത്ത് നബിമാരൊപ്പം കൂടിയതോട് നബിയാവാൻ പറ്റൂല. കാരണം അൽ അംബിയാഉ മഅസൂമൂന അൻ കുല്ലി ഫിഇലിൻ വഖൗലിൻ വഹർകത്തിൻ ഔ സുകൂൻ അല്ലതി തുഖാലിഫു മഖാമഹുൽ അഅല. അമ്പിയാക്കന്മാര് അവരുടെ ആ ഉന്നതമാവുന്ന പദവിനോട് എതിരാവണ ഏതെങ്കിലും നിൽക്കുള്ള പിന്നെ പ്രവർത്തനങ്ങളോ വാക്കുകളോ അല്ലെങ്കിൽ ചലനങ്ങളോ അടക്കങ്ങളോ ഇതൊന്നും അമ്പിയാക്കന്മാരിൽ ഉണ്ടാവാൻ പാടില്ല. ഓഹും മുലാസിബൂന ഹദറത്തുൽ ഖുദ്സ്. അവർ സർവ്വസമയത്തും അല്ലാഹുവിന്റെ തിരു ഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്നവരാണ് എന്നാ. അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞില്ലേ, ഹൃദയത്തിന് കുറക്കുണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ ഉറങ്ങുന്നത് പോലെ അമ്പിയാക്കന്മാരെ ഹൃദയത്തിൽ ഉറക്കുണ്ടാവാൻ പാടില്ല. കാരണം ആ ഹൃദയം സർവ്വസമയവും ആലമുൽ മലക്കൂത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ്. ഒരു കണക്ഷൻ ഉണ്ട് ആലമുൽ മലക്കൂത്തിന്. ആ കണക്ഷൻ വിടാൻ പറ്റൂല. അത് വിട്ടുപോയാൽ ആ നബി അല്ലാതെയാവും. നബിയെ സംബന്ധിച്ചിടത്തോളം ആലമുൽ മലക്കൂത്തുമായുള്ള ബന്ധം അത് ഉണ്ടാവാതിരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ആ നിലയ്ക്ക് ജീവിക്കുന്നവരാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാവണമെങ്കിൽ അമ്പിയാക്കന്മാരുമായി ബന്ധം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ബന്ധം ഉണ്ടാവുക? നബിയായിട്ട് ബന്ധം ഉണ്ടാവും. നബി ആവാൻ പറ്റുമോ നമുക്ക്? പ്രത്യേകിച്ച് റസൂലുള്ളാഹിന്റെ ശേഷം ഇവിടെ അമ്പിയാക്കന്മാരുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അമ്പിയാക്കന്മാരെന്തി അള്ളാഹു ഇവിടെ നിയമിക്കാനെന്ന് ചോദിച്ചാൽ നിയമിക്കേണ്ട ആവശ്യമില്ല. അതാ അള്ളാഹിന്റെ റസൂലിന്റെ ദഅവത്ത് അത്രമാത്രം ശക്തമത്തായ ദഅവത്തായി. ആ ദഅവത്തിന്റെ ആ ഒരു അതിന്റെ ഒരു ഗുണമുണ്ടല്ലോ, അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. നബി വന്നുകൊണ്ട് ദഅവത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാരിൽ നിന്ന് അനന്തരം നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഏത് നുബുവത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ നുബുവത്തിന്റെ ബാത്തിന് അത് വിലായത്താണ്. അങ്ങനെയാണ്. ഏത് നുബുവത്ത് പരിശോധിച്ചു നോക്കിയാലും ആ നുബുവത്തിന്റെ ബാത്തിന് അത് വിലായത്താണ്. എന്താണ് ബാത്തിന് വിലായത്താണെന്ന് പറഞ്ഞാൽ? അമ്പിയാക്കന്മാർ ഇസ്തിഖാമത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ. ആ ഇസ്തിഖാമത്ത് നമ്മളിലേക്ക് നമുക്ക് ഇങ്ങോട്ടും കിട്ടണം. അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്ന് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്താ? വിലായത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടുള്ള ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ പറഞ്ഞു, ഔലിയാഇല്ല ഫലൈസ ലില്ലാഹി വലി.
ആലിമീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അള്ളാഹു എനിക്ക് വലിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ തരീക്കട്ടിട്ട് നമ്മളൊക്കെ അള്ളാഹിന്റെ ഔലിയാക്കന്മാരാണെന്നല്ല. ഇമാം ഷാഫി പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരു ആലിമ് യഥാർത്ഥ ഒരു ആലിമാണെങ്കിൽ അവന് വിലായത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാവണം. അപ്പൊ പല ജാതി പ്രശ്നങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളും പല വാക്യാർത്ഥികളും പല സംഭവങ്ങളും ഇങ്ങനെ പറ്റിയുള്ള ചോദ്യങ്ങളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇതിനൊക്കെ ശരിയായ ശരീഅത്തിന്റെ ആ മാർഗത്തിൽ പിന്നെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നിലക്ക് ശരീഅത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറുപടി പറയാൻ നമുക്ക് കഴിയും. അല്ലാതെ ഏതെങ്കിലും ഇപ്പോ ഇവിടെ യന്ത്ര മനുഷ്യന്നൊക്കെ പറഞ്ഞല്ലോ, അതിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കയറ്റി കൊടുത്താൽ അത് പറയും. അതൊരു അത്ഭുതമൊന്നുമല്ല. യന്ത്ര മനുഷ്യൻ റസൂലുള്ളാഹിക്ക് കല്ല് സലാം ചെല്ലിയില്ലേ, മരങ്ങൾ സലാം ചെല്ലിയില്ലേ, മൃഗങ്ങൾ സലാം ചെല്ലിയില്ലേ? അതിങ്ങനെ അതിന്റെ ഒരു ആപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരത്തിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മൃഗങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സോഫ്റ്റ്വെയർ ഇട്ടു വെച്ചോ, അതുള്ളത്. എന്നതുപോലെ ഇവിടെ യന്ത്ര മനുഷ്യനിലേക്ക് എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതേ ഓൻ പറയും. അപ്പൊ അതിന് ഒരു വിഷയത്തിനെ പറ്റിയുള്ളതായ ഫത്വ മറുപടി ഇട്ടു കൊടുത്തത്. ഇപ്പൊ നിസ്കാരത്തിന്റെ ഫർദ് എത്രയായിരുന്നു, അത് 10 പറഞ്ഞാൽ അവനോട് അടിച്ചു നോക്കിയാൽ അവൻ 10 എന്ന് പറയും. അപ്പൊ നിങ്ങളൊക്കെ ഏതെങ്കിലും പള്ളിക്ക് പോയി ഇരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ ഫർദ് എത്രയെന്ന് ചിലപ്പോ ആരെയും വന്ന് ചോദിച്ചാൽ അപ്പൊ അടിച്ചു നോക്കിയിട്ട് കാര്യമില്ല. അടിച്ചു നോക്കിയാൽ 10 പറഞ്ഞാൽ നിങ്ങൾ 10 എന്ന് പറയും. 10 എന്ന് പറഞ്ഞാൽ ഇയാൾ പഠിച്ചിട്ടുണ്ടാവും, ഇയാളെ വാപ്പാരൊക്കെ പഠിച്ചോളൂ നിസ്കാരത്തിന്റെ ഫർദ് എത്രയെന്നുണ്ട്. അപ്പൊ ഉസ്താദെ ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയാണല്ലോ, അത് നിങ്ങൾ പഠിച്ചതുകൊണ്ട് കാര്യം. ഞാൻ ഇപ്പൊ തീരെ അടിച്ചു നോക്കുമ്പോ ഈ യന്ത്ര മനുഷ്യൻ എങ്ങനെയാണ് പറയണത്. അപ്പൊ യന്ത്ര മനുഷ്യന്മാരെ നമ്മൾ അവലംബിക്കാൻ പാടില്ല. അതൊരു വലിയ അത്ഭുത സംഗതിയൊന്നുമല്ല. അത് അതിലേക്ക് ഇട്ടുകൊടുത്തത് അത് പറയും. അപ്പൊ മസാലകളും എന്ത് ചോദിച്ചാലും അതൊക്കെ വിശുദ്ധമാവുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് ആ ഗ്രന്ഥങ്ങളിൽ തന്നെ ചിലപ്പോഴെന്താവുന്നറിയോ, പല ഗ്രന്ഥങ്ങളിലും പല ദസ്സുകൾ കടത്തിക്കൂട്ടുന്നതിലേക്ക് സാധ്യത ഉണ്ടാവാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശരീഅത്തിൽ അള്ളാഹു സംരക്ഷിക്കും. അപ്പൊ ആരെന്ത് കടത്തിക്കൂട്ടിയാലും ഇത് ഇപ്പൊ സിയോണിസ്റ്റുകൾക്ക് അങ്ങനത്തെ വലിയ സ്വഭാവങ്ങളുണ്ടല്ലോ. അവര് വലിയ വലിയ സംഖ്യ ഇതിനു വേണ്ടി മുടക്കുന്നുണ്ട്, കോടിക്കണക്കിന് ഡോളറുകൾ ഇസ്ലാമിന്റെ ആശയങ്ങളിലേക്ക് പലതും കടത്തിക്കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മരണപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കിടക്കന്റെ ചുവട്ടില്, പായിന്റെ ചുവട്ടില്, മൂപ്പരെ കട്ടിലിന്റെ ചുവട്ടിലൊക്കെ ഒരുപാട് കടലാസുകൾ. അപ്പൊ മൂപ്പര ഈശ്വന്മാരിത് എടുത്തു നോക്കി. അത് എടുത്തു നോക്കുമ്പോൾ വളരെ മൂപ്പരുടെ വിശ്വാസത്തിന് എതിരായ പലതും, വിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്കെതിരായ പലതും ബഹുമാനപ്പെട്ടവര് എഴുതിയതായിട്ട് മൂപ്പരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് കാണുന്നത്. അപ്പൊ അഹമ്മദ് ബിൻ ഹംബലിന്റെ ഈശ്വന്മാർ അത് നോക്കി. അവർ നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി ഇത് മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കുള്ള വിശ്വാസമല്ല. ഇത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജനങ്ങളിടയിൽ മോശമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വിശ്വാസമുള്ളവർ അവരെ വിശ്വാസക്കാരനാണ് മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ എന്ന് വെച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഒപ്പിച്ച പടിയാണെന്ന് അവർക്ക് മനസ്സിലായി. മഹാനവരുടെ ശിഷ്യന്മാരിത് മുഴുവൻ കൊണ്ടേ ചുട്ടുകരിച്ചു. അപ്പൊ അങ്ങനെ ആര് കടത്തിക്കൂട്ടിയാലും ഏത് കാലത്തും ഇവിടെ ദീന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആരെന്ത് കടത്തിക്കൂട്ടിയാലും അത് കടത്തിക്കൂട്ടിയതാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മളൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇൽമ മനസ്സിലാക്കിയവരല്ല. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയല്, ഈ ഏത് സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങണ നിങ്ങൾക്കുള്ള പേര് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ തഹസീലു തെരീഖ് ഇൽമാണ്. ഇൽമിനെ എങ്ങനെയാണ് കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും കാലങ്ങളും ഒക്കെ എന്താണ് ഇൽമിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പൊ നിങ്ങൾ അടങ്ങി ഇരിക്കേണ്ടവരല്ല. വല്ല മദ്രസിലോ അല്ലെങ്കിൽ വല്ല പള്ളിയിലോ ഖതീബോ സദറൊക്കെ ആയിക്കൊണ്ടിട്ട് എന്ത് ചെയ്യുക, ആ സമയം കഴിഞ്ഞ് പണി കഴിഞ്ഞാൽ കിടന്നുറങ്ങേണ്ടവരല്ല. നിങ്ങൾ കിതാബൊക്കെ എടുത്ത് പഠിച്ച് കിതാബിൽ നിന്ന് മസായിലുകൾ പഠിച്ച് വിശുദ്ധമാവുന്ന ശരീരത്തിലെ ശരിക്ക് മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനുള്ള തൗഫീഖുകളൊക്കെ ഉണ്ടാവണം. ആ തൗഫീഖ് ഉണ്ടാവാനാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ അവരിലുണ്ടായ ആ മാർഗങ്ങൾ, അവർക്കുള്ള ആ ഇസ്തിഖാമത്തിന്റെ സ്വഭാവം, അത് നിങ്ങളെ വേഷനിൽ മാത്രം ഉണ്ടായ വേഷനും ഉണ്ടാവണം,
നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാവണം, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം, നിങ്ങളെ ഓരോ സംഗതിയിലും ഉണ്ടാവണം. ഒരു ഏതൊരു അമലുകൾ ചെയ്യുമ്പോഴും ആ അമലുകള് നമ്മളിപ്പോ പഠിച്ചോണ്ട് നമുക്ക് ഫർള് മാത്രം ചെയ്താൽ പോലെ തോന്നും. മുമ്പ് മുത്തഫറ്റി നൂറുസാറിൽ നമ്മൾ പഠിച്ചു അലീമി മുത്തവല്ലി പറഞ്ഞിരിക്കുന്ന നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ ആറാമാണ്. അന്ന് ആ നിലക്കൊക്കെ നിന്നു. കുറച്ച് ഓതി വലുതായി ഒക്കെ മനസ്സിലായി ഇത് ആറാമില്ല കറാത്തുള്ളൂ. എന്നാ പിന്നെ അങ്ങോട്ട് കൊടുത്താ തിരിഞ്ഞു നോക്കിയാൽ തോന്നും. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതായ സംഗതികൾ എവിടെയാണ് നോക്കേണ്ടത്? അവൻ അതിന് സുന്നത്തായ സംഗതികൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ടാവണം നമ്മുടെ ഇബാദത്തുകളൊക്കെ നമ്മൾ ചെയ്യണം. കാരണം നമ്മളെ ഇബാദത്തുകൾ നോക്കിയിട്ട് നമ്മളെ പിൻപറ്റുന്നതായ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരാണ് നമ്മൾ പണ്ഡിതന്മാർ. നമ്മുടെ ഓരോ പ്രവൃത്തിയും ജനങ്ങൾക്കുള്ളതായ മാതൃകയാക്കപ്പെടാൻ പറ്റുന്നതായ പ്രവൃത്തികളാവണം നമ്മളിൽ നിന്നുണ്ടായിത്തീരേണ്ടത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി വിശുദ്ധമാവുന്നതായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനും ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കൊക്കെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ വളരാൻ വേണ്ടി അതോടുകൂടെ എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും ശക്തമായ നിലക്കുള്ള പഠനം നടത്തി വിശുദ്ധമാവുന്ന ഇൽമിനെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിനെ കരസ്ഥമാക്കാനുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി കൊണ്ട് പുലർത്താനുള്ളത്. അതോടൊപ്പം ഇവിടെ കൂടി എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം അത് ഈ വരുന്ന അടുത്ത 2026 6, 7 തീയതികളിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അതിന് മുമ്പ് 2 ദിവസമുണ്ട് ക്യാമ്പുകളായിട്ട്. അപ്പൊ അതിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് അതിലൊക്കെ സഹകരിച്ചുകൊണ്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളൊക്കെ ഭാഗവെക്കാവണം കൂടി എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ കൂടിയതായ കഴിവുള്ള ആളുകളോടൊക്കെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ മുതലിന്റെ സക്കാത്തുകള് നിങ്ങൾ അത് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മുതലുണ്ടാക്കാൻ പഠിച്ച നിങ്ങൾക്ക് പിന്നെ സക്കാത്ത് കൊടുക്കാൻ ഇനി വേറെ ആൾ പഠിപ്പിച്ചു തരണ്ടല്ലോ. അത് പിന്നെ ആരെങ്കിലും വന്ന് വല്ല കമ്മിറ്റിയോ മറ്റോ വന്നിക്കാണ്ട് തന്നാളി എന്ന് പറഞ്ഞ് അതിന് അർഹതപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അർഹതപ്പെടാത്തടത്ത് കൊണ്ടുപോയിട്ട്. അപ്പൊ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് എന്താന്ന് ചോദിച്ചാല്, അത് അതിന് നൽകപ്പെടേണ്ടവർക്ക് നൽകപ്പെടണം. ഓരോ മുതലാളിമാരും അവരെ മുതലിന്റെ സക്കാത്തുകള് അവരെ നാട്ടിൽ തന്നെ അതിന് അർഹതയായവരുണ്ടാവും. അവർക്ക് ഇങ്ങനെ 150 കൊടുത്ത് ഒഴിവാക്കണ്ടല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യ ഉണ്ടെങ്കിലോ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ, എന്നിട്ട് അവര് അതുകൊണ്ടിട്ട് അവരെ ദരിദ്രത്തിൽ നിന്ന് അവര് മോചിതരാവട്ടെ. ഇനിയിപ്പോ എന്താ കുഴപ്പം? അപ്പൊ അതുകൊണ്ടിട്ട് ഞാനിപ്പോ അതിന്റെ വിശദമായ മസാലയിലേക്ക് കടക്കുകയല്ല. പല സ്ഥലത്തും ഇന്നിപ്പോ നടന്നു പോരുന്നത് അങ്ങനെയാണ്. അപ്പൊ സക്കാത്ത് നിങ്ങള് നൽകപ്പെടുമ്പോൾ അതിന്റെ അർഹത മനസ്സിലാക്കി കൊണ്ടിട്ട് ഓരോ രാജ്യത്തുള്ളവരും ആ രാജ്യത്തുള്ള അതിന്റെ അർഹർക്ക് അവർക്ക് പരമാവധി എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുക്കുക. ഇങ്ങനെ ഇപ്പൊ സക്കാത്ത് കൊടുക്കാതെ തന്നെ നാട്ടിലേക്കൊക്കെ കൊടുക്കുമ്പോൾ 500 റുപ്യയായി. ചിലര് 500 കൊടുക്കും, ചിലര് 100 കൊടുക്കും, ചിലര് പിന്നെ 50 കൊടുക്കും. ഇങ്ങനെ വന്ന് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഓരോരുത്തരെയും സംഗതി നാട്ടിലുള്ള ആളുകളെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയിട്ട് അർഹതപ്പെട്ടവർക്ക് അവർക്കുള്ളതായ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അത് മുഴുവൻ അകറ്റാൻ പറ്റിയ നിലക്കുള്ള സംഖ്യ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കാം. അതാ പറഞ്ഞത്. അപ്പൊ ആ നിലക്ക് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല സ്ഥലത്ത് വെച്ചിട്ടും അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നന്നായി നടത്തിയിട്ടുണ്ട്. ഇനിയും അത് നടത്തും. അതിലൊക്കെ പങ്കെടുത്തു കൊണ്ടിട്ട് അതിന്റെ കാര്യങ്ങൾ കഴിവുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ മുതലുണ്ടാക്കാൻ പഠിച്ചവർക്ക് അത് സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അത് കൊടുക്കേണ്ടടുത്തൊക്കെ നിങ്ങൾ ആ മട്ടത്തിൽ നിങ്ങൾ കൊടുക്കണം. അത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം. അത് കൊടുക്കേണ്ട സ്വഭാവത്തിലാവണം. അർഹർക്ക് അത് ലഭിക്കപ്പെടണം. അത് കൊടുക്കേണ്ട ബൗണ്ടറി ഉണ്ട്, അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ എവിടെയും കൊണ്ടുപോയി കൊടുക്കുകയല്ല വേണ്ടത്. അപ്പൊ അതൊക്കെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ വേറെ ഇനി വകുപ്പുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ആളുകളൊന്നും ഇല്ലാതെ നിൽക്കുക. എന്നാ പിന്നെ എന്ത് ചെയ്യാണ്ട് അതിനൊക്കെ മാർഗങ്ങളുണ്ട്. അപ്പൊ ആ നിലക്ക് ആ വിഷയങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി അത് ആ നിലക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്നും ഇവിടെ ഉള്ളതായ കഴിവുള്ള എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم بارك في هذا المجلس. اللهم بارك في هؤلاء الخريجين. اللهم بارك في دعوتهم. اللهم بارك في علمهم. اللهم بارك في جميع خدمتهم. اللهم بارك لنا ولهم في جميع أمورنا وأمورهم. اللهم تقبل منا هذا المجلس. اللهم تقبل منا إعطاء هذا السند. اللهم وفق لهؤلاء الخريجين لما تحب وترضى. اللهم أصلحنا وأصلحهم. اللهم انفعنا اللهم انفعنا وانفع لهؤلاء الإخوان بعلمهم. اللهم اجعل علومنا وعلومهم علوما نافعة. اللهم وفقنا وإياهم لخدمة دينك. اللهم ثبت عقيدتنا وعقيدتهم على عقيدة أهل السنة والجماعة. اللهم احفظنا واحفظهم من شر الجن والإنس والشياطين والكفر والسحرة والظالمين والأعداء والأمراض كلها، الأمراض الظاهرية والباطنية والقلبية والبدنية والروحانية والجسمانية، إنك على كل شيء قدير. اللهم إنا نعوذ بك الأعداء من كل جهة، وباسمك العظيم نرميهم من البعد بالشتت. وباسمك العظيم نرميهم من البعد بالشتت. وباسمك العظيم نرميهم من البعد بالشتت. اللهم بارك في هذا المعهد الديني. اللهم بارك في طالبي هذا المعهد الديني. اللهم بارك في مدرسي هذا المعهد الديني. اللهم بارك لجميع من قاموا بالمساعدة والخدمة لهذا المعهد الديني. اللهم بارك لنا ولهم. اللهم احفظنا واحفظهم. اللهم اصلحنا واصلحهم. اللهم اجعل عاقبة أمورنا وأمورهم خيرا ورشدا. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب.